കണ്ണൂരിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് CPIM-ൽ ചേർന്നു. DCC മുൻ അംഗം KV രവീന്ദ്രനാണ് CPIM-ൽ ചേർന്നത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അരുൺ, എന്താണ് ഈ KV രവീന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്? നേതൃത്വം പറയുന്നത് എന്താണ് അരുൺ പൂപ്പറമ്പ? ശ്രീജിത്ത്, DCC മുൻ അംഗവും അതോടൊപ്പം തന്നെ എടക്കാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള KV രവീന്ദ്രനാണ് ഇപ്പോൾ കോൺഗ്രസ് വിട്ട് CPIM-ൽ ചേർന്നിരിക്കുന്നത്. രവീന്ദ്രന്റെ കുടുംബവും CPIM-ൽ ചേർന്നിട്ടുണ്ട്. CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ, അതോടൊപ്പം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KK രാഗേഷ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഇവർക്ക് രവീന്ദ്രനും അതോടൊപ്പം തന്നെ കുടുംബത്തിനും സ്വീകരണം നൽകിയത്. അതിനെ തുടർന്ന് രവീന്ദ്രൻ പറയുന്നത്, അതായത് പാർട്ടി വിട്ട് CPIM-ൽ ചേരാനുള്ള കാരണമായി രവീന്ദ്രൻ പ്രധാനമായും പറയുന്നത്, ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കോൺഗ്രസും അതോടൊപ്പം വർഗീയ ചേരിയായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമി തമ്മിൽ കൂട്ടുകെട്ടിലുണ്ടായി. അത് അംഗീകരിക്കാൻ കഴിയില്ല. കോൺഗ്രസ് എല്ലാ കാലത്തും വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിച്ചതാണ്. അതിൽ ഒരു വ്യതിചലനം ഉണ്ടാകുന്നു എന്നതാണ് തന്റെ പ്രശ്നം. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇനിയിപ്പോൾ കോൺഗ്രസിൽ തുടരാൻ കഴിയില്ല എന്നൊരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് KV രവീന്ദ്രൻ പറയുന്നത്. അതിനുശേഷമാണ് CPIM-ൽ ചേരാം എന്നൊരു തീരുമാനത്തിലേക്ക് കൂടി എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ രവീന്ദ്രന്റെ രാജിയിലും CPIM-ൽ ചേർന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി രവീന്ദ്രൻ സജീവ കോൺഗ്രസ് പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് രാവിലെയാണ് CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് രവീന്ദ്രനും കുടുംബത്തിനും CPIM ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകിയത്. ശരി, ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്നു, DCC-യുടെ മുൻ അംഗമായിരുന്നു KV രവീന്ദ്രനാണ് ഇപ്പോൾ CPIM-ൽ ചേർന്നിരിക്കുന്നത്.